Good afternoon, children. How are you? Today we shall start our English class. Our lesson's name is Gulliver in Lilliput. Gulliver in Lilliput. The story we are going to read is an interesting one on Gulliver's life in Lilliput. Story is Gulliver in Lilliput. Okay. Which vehicle do we use to move from place to place? Which are the vehicles? Yes. The symbol bicycle. Then bike, scooter, etc. Then car, bus, then train. Did you travel on aeroplane? Which vehicle do you prefer to travel the following distances from your home to school? Then from Trivandrum to Maldives. Then from Cochin to Dubai. Which vehicle do you use to travel? Then from Calicut to Bengaluru. Then from your home to nearby market. Find it. Which vehicle do you use to travel? Okay. ഏതൊക്കെ വാഹനങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക? എയറോപ്ലെയിനിൽ യാത്ര ചെയ്തവരുണ്ടോ? ഷിപ്പിൽ കയറിയവരുണ്ടോ? ഓക്കെ. Then now we are discussing about the lesson Gulliver in Lilliput. Gulliver's life in Lilliput. Okay. Then listen. 300 years ago, sea was the only way to travel long distances. Voyages in those days were not often a pleasant thing for ships that were very bluff-bowed and slow sailing. But at that time, a man called Lemuel Gulliver made many voyages and experienced many strange things from different lands. Gulliver always had a great longing for voyages. ഗള്ളിവർ എന്നൊരു വ്യക്തിയുടെ യാത്ര. എവിടെ യാത്ര എന്നറിയാമോ? കടലിലൂടെയാണ്, കപ്പൽ യാത്ര. അപ്പോൾ നമ്മൾ ഗൾഫ് പോവുക അല്ലേ, ദുബായ് പോവുക എന്നൊക്കെ പറയും അല്ലേ. വിദേശത്തേക്ക് പോകുമ്പം ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു? കപ്പലിലായിരുന്നു യാത്ര അല്ലേ. ഇപ്പം എത്ര പെട്ടെന്ന് എത്തുന്നു അല്ലേ. എയറോപ്ലെയിൻ ഫാസ്റ്റബിൾ ആണല്ലേ, വെരി ഫാസ്റ്റ് മൂവിങ് ആണല്ലേ, എത്ര പെട്ടെന്ന് എത്തുന്നു അല്ലേ. അപ്പോൾ മുന്നേ ആണെങ്കിൽ കപ്പൽ യാത്രയായിരുന്നു. അങ്ങനെ ഗള്ളിവർ എന്ന വ്യക്തി എത്ര വർഷം മുന്നേ എന്നറിയാമോ? 300 വർഷങ്ങൾക്ക് മുമ്പാണ് പറയുന്നത്. ഗള്ളിവർ എന്ന് പറയുന്നൊരു വ്യക്തി ഒരു കടൽ യാത്ര, കപ്പലിലൊരു യാത്ര ചെയ്യാണ്. കുറേ തവണയൊക്കെ യാത്ര ചെയ്തിരിക്കുന്നു അദ്ദേഹം. അങ്ങനെ ഒരു യാത്രയ്ക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള എന്ന് പറഞ്ഞാൽ അത്ര നല്ല കപ്പലൊന്നും അല്ല, ഷിപ്പൊന്നും അല്ലായിരുന്നു. വളരെ മെല്ലെയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അങ്ങനത്തെ കപ്പലൊക്കെ ആയിരുന്നു. അങ്ങനെ ഗള്ളിവർ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഒരുപാട് യാത്ര ചെയ്തിരിക്കുന്നു അദ്ദേഹം. അങ്ങനെ അറിയപ്പെടാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര പോയിട്ട് ആ സ്ഥലങ്ങൾ കണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ യാത്ര തുടരുകയാണ്. ഓൺ May 4, 1699, Gulliver sailed from Bristol for the South Seas as surgeon on ships named Antelope. At first everything went well, but after leaving the South Seas when steering for the East Indies,
The ship was driven by a great storm far to the south. It crashed with a reef and with a heavy plunge. It was wrecked. All the passengers on board drowned except Lumal Gulliver. എന്ന യാത്ര ഉണ്ട്. It was when on May 4 മെയ് 4 തീയതി 1699 മെയ് 4 സ്റ്റാർട്ട് ചെയ്യുന്നത് ജേണി, വോയേജ്, കടൽ യാത്ര കേട്ടോ. കടൽ യാത്ര വോയേജ് എന്നാണ് പറയുക. അങ്ങനെ ഗള്ളിവറും കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ കടലിലൂടെ പോകുന്നു. അങ്ങനെ ഏതാണ് ഷിപ്പിൻ്റെ പേര്? ആൻറ്റിലോപ്പ്. വാസ് ദ ഷിപ്സ് നെയിം ഈസ് ആൻറ്റിലോപ്പ്. ആൻറ്റിലോപ്പ് എന്ന കപ്പൽ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യത്തിലൊക്കെ നല്ല സുഖകരമായ യാത്രയായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴോ കടലിൻ്റെ തെക്കൻ കടലിലൊക്കെ എത്തിയപ്പോഴത്തേനും എന്താണ് ഒരു കൊടുങ്കാറ്റ് വരികയാണ് അല്ലേ. കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലേ. കാറ്റുണ്ടാവും, മഴയുണ്ടാവും. അതും കാറ്റെന്ന് പറഞ്ഞാൽ നല്ല ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റായിരിക്കും. പിന്നെ കടലിൽ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞുമലകളുണ്ടാവും, അല്ലെങ്കിൽ പാറകളുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ എല്ലാം തരണം ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പോൾ കൊടുങ്കാറ്റുണ്ടായി. പിന്നെയോ ഒരു കടലിലൊരു എന്താ പറയുക പാറക്കെട്ടിൽ കപ്പലിടിക്കുകയാണ്. അങ്ങനെ ഇടിച്ചിട്ട് കപ്പൽ ഡാമേജ് ആവുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് കപ്പലിന് നാശം സംഭവിക്കുന്നു. ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. നീന്താൻ അറിയാത്തവരും എല്ലാം ഉണ്ടാകും. നീന്തിയാലും കടലിലൊക്കെ എത്രണ്ട ദൂരം നീന്തണം അല്ലേ. അപ്പം അങ്ങനെ കപ്പൽ കേടുവരുന്നു. ദെൻ എല്ലാവരും മുങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് അതിന് നീന്തി നല്ല ഒരു നീന്താൻ കഴിയുന്നൊരു വ്യക്തിയാണ് ഗള്ളിവർ. അതുകൊണ്ട് അദ്ദേഹം ഗള്ളിവർ മാത്രം നീന്തിയിട്ട് രക്ഷപ്പെടുകയാണ് കേട്ടോ. മറ്റുള്ളവരൊക്കെ അവിടെ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്നാണ് വെൻ വാസ് ദ ജേണി സ്റ്റാർട്ടഡ് ഓൺ May 4, 1699. Okay. Gulliver was an excellent swimmer and swam for many miles before he reached shore. Gulliver was very tired and decided to sleep. He would look for food after he had sufficient rest. അങ്ങനെ നീന്തി അവസാനം ഭാഗ്യം എന്ന് പറയട്ടെ ഗള്ളിവർ ഒരു കര പറ്റി. അപ്പോഴത്തേനും അദ്ദേഹം വളരെയധികം തളർന്നിരുന്നു. ഇത്ര ദൂരം നീന്തിരിക്കുന്നു അല്ലേ. അപ്പം അങ്ങനെ തളർന്നപ്പോൾ എന്താണ് നല്ല ഉറക്കം വരികയാണ് ചെയ്യുന്നത് അല്ലേ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അങ്ങനെ അത് ഭയങ്കര ക്ഷീണിച്ചു മറ്റൊന്നും ചിന്തിച്ചില്ല. ഒന്ന് ഉറങ്ങിയാൽ മതി എന്നായി. എത്രയും ദൂരം കടലിലൂടെ നീന്തി വരികയല്ലേ. നല്ല സ്വിമ്മറാണല്ലേ. അതുകൊണ്ടാണ് രക്ഷപ്പെടാൻ കഴിഞ്ഞത് അല്ലേ. അപ്പം അങ്ങനെ നീന്തി കര പറ്റിയിട്ടോ. ഇത് വന്നപ്പോൾ ക്ഷീണം കൊണ്ട് ആ കരയിൽ കിടന്ന് അങ്ങ് ഭയങ്കര ഉറങ്ങി. Gulliver slept for a whole day. When he woke up, the sun was beating down upon him. He tried to move, but he could not. His hair, hands, legs, and body were tied to the ground. He saw little men running all around him. Someone had got a tiny ladder and was climbing up to him. ഗള്ളിവർ അങ്ങനെ നല്ല ഉറക്കത്തിൽപ്പെട്ടു. ഗാഠനിദ്രയിലാണേ ക്ഷീണം കൊണ്ട്. അങ്ങനെ ഒരു ദിവസം മുഴുവൻ കിടന്നുറങ്ങിയിരിക്കണു. പിറ്റേ ദിവസമായപ്പോൾ ദി സൺ വാസ് ബീറ്റിംഗ്. സണ്ണടിക്കാതെ സൂര്യരശ്മികൾ കൊണ്ടല്ലേ, വെയിൽ കൊണ്ടിട്ട് നല്ല ചൂടായിരിക്കണം. അദ്ദേഹം കടത്തിട്ട് കിടന്ന് ഉറങ്ങുകയല്ലേ. അങ്ങനെ ഉറങ്ങിയിട്ട് പിന്നെ പിറ്റേ ദിവസം ഉണരുകയാണ്. വരുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് ചലിക്കാനായിട്ട് പറ്റുന്നേ ഇല്ല. തീരെ ചലിക്കാൻ പറ്റുന്നില്ല. കൈയും കാലൊക്കെ അനക്കി നോക്കി. ഹി കുഡ് നോട്ട്, കഴിയുന്നില്ല. എന്താണ് മുടിയും കൈയും കാലും ശരീരം മൊത്തം കെട്ടിയിട്ടിരിക്കുക. കയറുകൊണ്ട് കെട്ടിയിട്ട് തറയിലിങ്ങനെ ഒരു മരത്തിൻ്റെ ആണിയൊക്കെ അടിച്ചിട്ട് അതിലിങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് ഗള്ളിവറിനെ. നല്ല കാഴ്ച അല്ലേ. പിന്നെയോ സമണ്ണയുടെ ഗോട്ടിട്ട് അതിനില്ലേട് അവരെങ്ങനെയാണ് കയറിയേക്കുന്നത് അറിയാമോ ഗള്ളിവറിൻ്റെ ശരീരത്തിലേക്ക്. ലേഡർ പറഞ്ഞാൽ എന്താണ് അറിയാമോ? ഏണി അല്ലെ കോണി അല്ലേ. കോണി എന്ന് പറയും, ഏണി എന്ന് പറയും അല്ലേ. അത് വെച്ചിട്ടാണ് ഗള്ളിവറിൻ്റെ ശരീരത്തിലേക്ക് അവരൊക്കെ കയറിയിരിക്കുന്നത്. അപ്പോൾ കണ്ണും വെച്ച് നോക്കിയപ്പോൾ കയ്യും കാലും മുടി അടക്കം കെട്ടിയിട്ടിട്ട് കെട്ടിയിട്ട് അതൊക്കെ ഒരു ആടി അടിച്ചിട്ടൊക്കെ തറച്ചിട്ടിരിക്കുക തറയിൽ. പിന്നെയോ ഏണി വെച്ചിട്ടുണ്ട്. ഗള്ളിവറിൻ്റെ ശരീരത്തിലേക്കൊക്കെ കയറിയിരിക്കുന്ന ആൾക്കാർ ശരീരത്തിലുള്ള പാറയുടെ മീതിലൂടെ നടക്കുന്ന പോലെ ഗള്ളിവറിൻ്റെ ശരീരത്തിലൊക്കെ ആൾക്കാർ നടക്കുന്നു.
ഏണി വെച്ചാൽ കയറുന്നത്. ആലോചിച്ച് നോക്കണം. ഗള്ളിവർ നല്ല സൈസ് തന്നെയാണ് അല്ലേ? ദി ലിറ്റിൽ മാൻ നോ ബിഗർ ദാൻ ഗള്ളിവേഴ്സ് തം നെയിൽ came up to his ears and said, "You are in the land of Lilliput. We are Lilliputians. We are taking you to our emperor. So please do not make any trouble. You will be shot at." നല്ല ആചാര്യബാഹുവായ ഗള്ളിവറാണ്. ഗള്ളിവറിൻ്റെ ശരീരത്തിൽ കയറാൻ പോലും അവർക്ക് കഴിയില്ല. ഒറ്റയ്ക്ക് കയറാൻ കഴിയില്ല. അപ്പോൾ അത്രയും ടൈനിയാണ് അവരിൽ, അത്രയും ചെറിയവരാണ്. ദേ ആർ ഡ്വാർഫ്സ്, കുള്ളന്മാരാണ്. അത്ഭുതദ്വീപാണ്. അത്ഭുതദ്വീപിൽ വന്ന് പെട്ടിരിക്കുക ഗള്ളിവർ. ആൾക്കാരൊക്കെ വളരെ കൊച്ചു കൊച്ചു മനുഷ്യരാണ്. ഗള്ളിവറിൻ്റെ തള്ളവിരലിൻ്റെ അത്രയും കൂടി ഇല്ല ഓരോ ആൾക്കാരും, നഖത്തിൻ്റെ അത്രയും കൂടി ഇല്ല എന്നാണ് പറയുന്നത്. തള്ളവിരലിൻ്റെ അത്രയൊക്കെ പോകുന്ന ആൾക്കാർ, അത്രയും ചെറിയ കുള്ളന്മാരിൽ അത്ഭുതദ്വീപിലാണ് വന്ന് പെട്ടിരിക്കുന്നത്. ഓർമ്മയുണ്ടോ അത്ഭുതദ്വീപ്? അത്ഭുതദ്വീപിൽ വന്ന് പെട്ടിരിക്കുക. അപ്പോൾ ഗള്ളിവറിൻ്റെ ശരീരത്തിലേക്കാണ് ഈ ഏണിയൊക്കെ വെച്ചിട്ടാണ് ഈ കയറുന്നത്. മരത്തിൻ്റെ മീതേക്ക്, അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ പുറത്തേക്ക് കയറില്ല, അതേപോലെ ഏണി വെച്ച് കയറിയിരിക്കുക. ഇതെന്താ സംഭവം? നഖത്തിന് ഒരു നെയിലിൻ്റെ എന്നാണ് പറയുന്നത്. പറഞ്ഞാൽ നഖത്തിൻ്റെ അത്രയും കൂടി വലിപ്പമില്ലാത്ത ഒരാൾ കയറി വന്നിട്ട് ഏണീൻ്റെ കൂടെ കയറി വന്നിട്ട് ഗള്ളിവറിൻ്റെ ചെവിയിൽ പറയുക, വാട്ട് ഹി സേസ്? ഹി സേസ്, "വി ആർ ടേക്കിംഗ് യു ടു അവർ എംപറർ." അനങ്ങാതിരുന്നോ, നിന്നെ എന്ത് ചെയ്യും? ഞങ്ങളുടെ ചക്രവർത്തിയുടെ അടുത്തേക്ക് നിന്നെ ഞങ്ങൾ കൊണ്ടുപോവുക. പ്ലീസ് ഡു നോട്ട് മേക്ക് എനി ട്രബിൾ. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കണ്ട, എതിരിടൊന്നും വേണ്ട കേട്ടോ. നീ എന്തെങ്കിലും എതിരായി ചെയ്താലുണ്ടല്ലോ, യു വിൽ ബി ഷോട്ട് അറ്റ്. നിന്നെ വെട്ടി വയ്ക്കും ഞങ്ങളെന്ന് പറഞ്ഞിരിക്കുക. നീ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നിന്നെ ഞങ്ങൾ വെട്ടി വയ്ക്കും. നിന്നെ ഞങ്ങളുടെ ചക്രവർത്തിയുടെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണെന്ന് പറഞ്ഞ് കെട്ടി വരിഞ്ഞിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്തൊക്കെയാ അവസ്ഥ അല്ലേ? അവരെ ഉറുമ്പിനെ പിടിക്കുന്ന പോലെ പിടിക്കാനുള്ളതേ ഉള്ളൂ ഗള്ളിവർക്ക്. ഓക്കെ, ദെൻ എ ഹ്യൂജ് വുഡൻ സ്ട്രക്ചർ വിത്ത് വീൽസ് വാസ് ബ്രോട്ട്. ഗള്ളിവർ വാസ് സ്ലൈഡ് ഓൺ ടു ഇറ്റ് ആഫ്റ്റർ മച്ച് സ്ട്രഗിൾ. The wooden structure was pulled through the streets of Lilliput with all the Lilliputians lining up the streets. ഒരു മരത്തിൻ്റെ ഫ്ലാറ്റ് പോലൊരു ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന് വീൽസൊക്കെ ചക്രമൊക്കെ വെച്ചിട്ട് അതിന് മീതേ കെട്ടി വരിഞ്ഞ് മീതേക്ക് ഇട്ടിട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ് ഒരു സ്ട്രീറ്റിലൂടെ. തെരുവിലൂടെ കൊണ്ടുപോവുകയാണ് ഗള്ളിവറിനെ. അപ്പോൾ എല്ലാവരും അവർ വന്ന് കാണുകയാണ് ഗള്ളിവറിനെ, അത്ഭുത ജീവിയായിട്ട് കാണുകയാണ്. കാരണം എന്താണ്, ഇത്രയും വലിയൊരു മനുഷ്യനെ അവർ കണ്ടിട്ടില്ല. അവരെല്ലാം വളരെ കുറിയവരാണ്, കുള്ളന്മാർ, ഡ്വാർഫ്സാണ്. തീരെ ഹൈറ്റില്ലാത്ത ചെറിയ ചെറിയ ആൾക്കാരാണ്. അവിടെ വലിയൊരാളാണ് വന്ന് വിട്ടിരിക്കുന്നത്. അവർക്ക് വളരെ അത്ഭുതം. പിന്നെ അവരെല്ലാം അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. അങ്ങനെ എവിടെ എത്തി? അവരെല്ലാം വലിച്ചഴച്ചക്കല്ലേ എന്തിക്കൊണ്ട് പോവുകയാണ്, തള്ളിക്കൊണ്ട് പോവുകയാണ്. വല്ല നമ്മൾ ലോഡ് കൊണ്ടുപോവില്ലേ, അതുപോലെ കൊണ്ടുപോവുകയാണ് ഗള്ളിവറിനെ എംപററുടെ പാലസിലേക്ക്. Then finally they arrived at the emperor's palace. The emperor was there to receive Gulliver. "You are indeed a strange sight. If you are to stay here, you will have to be service to my people here." The emperor said, pointing to the crowd. Gulliver said, "I agree to any condition, but only if you untie me." എന്താ പറയുന്നത്? ഫൈനലി അവർ അവസാനം ആകുമ്പോൾ എത്തി, രാജകൊട്ടാരത്തിലെത്തി, ചക്രവർത്തിയെ കണ്ടു. സ്വീകരിച്ചു കേട്ടോ ഗള്ളിവറിനെ. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ അത്ഭുതകരമായ കാഴ്ച കാണാൻ പോവുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ, ഞങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ എൻ്റെ പ്രജകളെ പോലെ നിനക്ക് ഇവിടെ കഴിയാം. പിന്നെ കഴിയാമെന്ന് പറയുകയാണ്, ഞങ്ങളോട് അനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ എൻ്റെ പ്രജകളെ പോലെ ഇവിടെ കഴിയാം എന്ന് പറയുകയാണ്. അപ്പോൾ ഗള്ളിവർ എന്ത് പറഞ്ഞു? ഞാൻ സമ്മതിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ. എന്ത് വേണം? നിങ്ങൾ ആദ്യം എന്നെ കെട്ടയച്ചു വിടൂ, എന്നിട്ട് നിങ്ങൾ സംസാരിക്കൂ, എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കാമെന്ന് ഗള്ളിവർ പറഞ്ഞു. ഗള്ളിവർ വാസ് ഫ്രീഡ്. ഹി വാസ് പ്രൊവൈഡഡ് വിത്ത് ഫുഡ് ആൻഡ് വാട്ടർ. ഹൗസ് വാസ് ബിൽറ്റ് ഫോർ ഹിം. ഹി വാസ് എ മോണിമെൻ്റൽ എഫേർട്ട് ബൈ ദി ലില്ലിപുട്ടിയൻസ് who were all out to serve Gulliver. Gulliver stayed with the Lilliputians, helping them with many small tasks. അങ്ങനെ അവർ അപ്പോൾ ഇത് കേട്ടപ്പോൾ ഗള്ളിവറിനെ അവർ ഫ്രീ ആക്കി. അപ്പോൾ ഗള്ളിവറിന് ഒരു പിന്നെ കൊടുത്തു, ഫുഡ് കൊടുത്തു, വാട്ടർ കൊടുത്തു, പിന്നെ അദ്ദേഹത്തിന് സ്പെഷ്യലായിട്ടൊരു വീട് വെച്ച് കൊടുത്തു. അത് വേണ്ടേ? എന്തുമാത്രം ഹൈറ്റുള്ളൊരു മനുഷ്യനാണ് അല്ലേ? ഒരു ജയൻറ്റ്, ലൈക്ക് ജയൻ്റാണ്. കാരണം രാക്ഷസരൂപം എന്ന് പറഞ്ഞാൽ അത്രയും വലിപ്പം, നല്ല ശക്തമാനാണ്, നല്ല ഹൈറ്റും വെയ്റ്റും എല്ലാം ഉള്ള ഒരു
വ്യക്തിയാണ് ഗള്ളിവർ. ഇവരോ വളരെ ചെറിയ മനുഷ്യന്മാരാണ്, കുറിയ മനുഷ്യരാണ്. അങ്ങനെ പ്രത്യേകമായിട്ട് വിടുന്ന മോണിമെൻ്റൽ എഫേർട്ട് എന്നാണ് പറയുന്നത്. മോണിമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്മാരകം എന്നാണ്. അല്ലേ, നമ്മൾ സ്മാരകം എന്ന് പറഞ്ഞാൽ കേടുവരാതെ നമ്മൾ സൂക്ഷിച്ച് നോക്കുന്ന, അല്ലെ, ശ്രദ്ധിച്ച് പിന്നെ നടത്തിക്കൊണ്ട് പോകുന്നതാണ് സ്മാരകം. അതുപോലെ ഇദ്ദേഹത്തിന് സ്പെഷ്യലായിട്ടുള്ളൊരു വീടൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായിട്ട് അപ്പോൾ ഗള്ളിവർ അവിടെ താമസിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഗള്ളിവറിന് എല്ലാവർക്കും ഇഷ്ടമായി, അങ്ങനെ ജീവിക്കുകയാണ് അവിടെ കേട്ടോ. പിന്നെ ആ ലില്ലിപുട്ടിലത്തെ ഒരു വ്യക്തിയെ പോലെ തന്നെ അവിടെ ഗള്ളിവറും അങ്ങനെ താമസിച്ചത്. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടൊക്കെങ്കിലും അവരെ സഹായിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് ഒരുവിധം ജീവിതം അങ്ങനെ മുന്നോട്ട് നല്ലപോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വൺ ഡേ ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് ദി നൈബറിംഗ് കിങ്ഡം ഓഫ് ബ്ലൂസ് വാസ് നോട്ട് ഓൺ വെരി ഫ്രണ്ട്ലി relationship with Lilliput. The king of blues declared war on Lilliput. He took 100 ships to mount an attack. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവരെ അയൽ രാജ്യത്തിലെ രാജാവുണ്ട്, ലില്ലിപുട്ടിൻ്റെ നെക്സ്റ്റ് നൈബറിങ് കൺട്രി. അപ്പോൾ അവിടുത്തെ രാജാവ് ഈ ലില്ലിപുട്ടിലത്തെ രാജാവിനുമായിട്ട്, ചക്രവർത്തിയുമായിട്ട് നല്ല രീതിയിലല്ലായിരുന്നു, ശത്രുതയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ബ്ലൂസ് എന്നാണ്, പിന്നെ കിങ് ഓഫ് ബ്ലൂസ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ കിങ് ഓഫ് ബ്ലൂസ് എന്ത് ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുകയാണ്, അങ്ങനെ പ്രഖ്യാപിക്കുകയാണ് ആരുമായിട്ട്, ലില്ലിപുട്ടുകാരുമായിട്ട് ഉള്ള യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ അയൽനാട്ടിലെ രാജാവ് ലില്ലിപുട്ടുകാരുമായിട്ട് പിന്നെ യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, 100ഓളം ഷിപ്സാണ്, കപ്പലുകൾ ആക്രമിക്കുകയാണ്. പിന്നെ 100ഓളം കപ്പലുകളുമായിട്ട് അവരും കപ്പലിൽ തന്നെ, കടൽ മുഖാന്തരമാണ് എന്ന് പറയുന്നത്, ഇവരെ ആക്രമിക്കാൻ വരുന്നത്. ഇവരെ കപ്പലുകളൊക്കെ ആക്രമിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ച് യുദ്ധത്തിനായിട്ട് വരികയാണ് കിങ് ഓഫ് ബ്ലൂസിലെ രാജാവ് വരികയാണ്. വന്നപ്പോൾ ദ ലില്ലിപുട്ടിയൻസ് റാൻ ടു ഗള്ളിവർ ഫോർ ഹെൽപ്പ്. ദി എംപറർ സെഡ് ഡോണ്ട് ലെറ്റ് us down now ഗള്ളിവർ വി നീഡ് യുവർ ഹെൽപ്പ്. അപ്പോൾ ലില്ലിപുട്ടിലെ ജനങ്ങളൊക്കെ ഓടി വന്നിട്ട് ഗള്ളിവറിൻ്റെ അടുത്തേക്ക് വന്നു. ഇത് പറയുകയാണ്, അതാ അയൽനാട്ടിലെ രാജാവ് ഞങ്ങളെ ആക്രമിക്കാനായിട്ട് വരുന്നു, അവർ കപ്പലുകളൊക്കെ ആയിട്ട് വന്നു, കപ്പലൊക്കെ പിടിച്ചിട്ടു അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. 100ഓളം കപ്പലുകളാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു, അപ്പോൾ താങ്കൾ ഞങ്ങളെ സഹായിക്കണേ എന്ന് ഗള്ളിവറിനോട് അപേക്ഷിച്ചു. എന്നെ കൈവിടിയരുത്, ഞങ്ങളൊപ്പം നിൽക്കണം ആ അയൽനാട്ടിലെ രാജാവിനെ തുരത്താനായിട്ട് എന്ന് പറയുകയാണ്. Gulliver walked into the sea. He took a long rope, tied all the 100 ships together and dragged them in the water. The army of blues became giddy and weak. They lost their will to fight. അപ്പോൾ ഗള്ളിവറിനുണ്ടോ പേടി? ഇതൊക്കെ ഈ ചിന്ന ചിന്ന ആൾക്കാരല്ലേ, അല്ലേ, കുറിയ മനുഷ്യരാണ്, കുളന്മാരാണ്, അല്ല, അങ്ങനത്തെ ഒരു ദ്വീപാണ്. അപ്പോൾ ഇവരെ അറ്റാക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കിങ് ഓഫ് ബ്ലൂസ് വരുന്നത്. അപ്പോൾ ഗള്ളിവറിന് ഒട്ടും പേടി തോന്നിയില്ല. ഗള്ളിവർ എന്ത് ചെയ്തു, കടലിലേക്കാണ്ട് ഇറങ്ങി ചെന്നിട്ട് ഒരു വലിയ റോപ്പെന്ന് പറഞ്ഞാൽ കയറെടുത്തിട്ട് ആ കപ്പലെ കൂടിയിട്ട് ചുറ്റി വരിഞ്ഞ് കെട്ടിയിട്ട് ഇവിടെ വലിച്ചിട്ട് കൊണ്ടുവന്നു, ഡ്രാഗ് ചെയ്യണം, വലിച്ചു കൊണ്ട് വന്നു വെള്ളത്തിലൂടെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രകടനം എല്ലാം കൂടി കണ്ടപ്പോൾ കിങ് ഓഫ് ബ്ലൂസിന് ഭയങ്കരമായിട്ട് പേടി തോന്നി. അവർക്ക് ഇത്ര വലിയ സൈന്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവരാണെങ്കിൽ ലില്ലിപുട്ടിലെ ജനങ്ങൾ വളരെ ചെറിയ മനുഷ്യരല്ലേ, മറ്റുള്ളവരോട് അവർ അറ്റാക്കിന് വന്നാൽ അവരോട് ജയിച്ച് നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ലില്ലിപുട്ടിലെ ജനങ്ങൾക്ക് ഭയങ്കര പേടിയായത്. പക്ഷെ ഗള്ളിവറിന് ഒരു ഇതൊന്നും തോന്നിയില്ല, പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ദെൻ ചെന്നിട്ട് എന്ത് ചെയ്തു, കപ്പലൊക്കെ കെട്ടി ഒരു കയറുകൊണ്ട് കെട്ടി വലിച്ചുകൊണ്ട് എടുത്തു. ഇത് കണ്ടപ്പോൾ തന്നെ എന്തായി, ആ കിങ് ഓഫ് ബ്ലൂസിനെ പേടിയായി. അവരെന്ത് ചെയ്തു, അവരാണെങ്കിൽ വളരെ വീക്കാണ്, അത്രമാത്രം ശക്തന്മാരൊന്നും ശക്തന്മാരല്ലായിരുന്നു അവർ പിന്നെ അത്ര വലിയ പടയൊന്നും അല്ലായിരുന്നു. പക്ഷെ അവർക്കിത് കണ്ടപ്പോൾ പേടിയായി, ഗള്ളിവരുടെ ഈ പ്രകടനം കണ്ടപ്പോൾ തന്നെ പേടിയായി. അവരെന്ത് ചെയ്തു, അവർക്ക് അവരുടെ ധൈര്യം നഷ്ടപ്പെട്ടു. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, അവർ അടിയറവ് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടപ്പോൾ അവരും ഇദ്ദേഹം അങ്ങനെ ചെറിയവനല്ല, എന്തായാലും തങ്ങളെ അറ്റാക്ക് ചെയ്യാൻ മാത്രം മുതിർന്നവൻ തന്നെയാണെന്നുള്ളൊരു ബോധം ആ കിങ് ഓഫ് ബ്ലൂസിന് വരികയാണ് ചെയ്യുന്നത്. ദി കിങ് ഓഫ് ബ്ലൂസ് കെയിം ബെഗിങ് ഫോർ പീസ് ബിറ്റ്വീൻ ടു കിങ്ഡംസ്. ദി എംപറർ എഗ്രീഡ്. ഗളിവർ വാസ് ഹെയിൽഡ് ആസ് ദി ഹീറോ ആൻഡ് ലിവ്ഡ് ഇൻ ലില്ലിപുട്ട് ഫോർ മെനി ഇയേഴ്സ്. അങ്ങനെ അപ്പോൾ ബ്ലൂസിലെ രാജാവിന് പേടിയായി, കാരണം അത്രയും ശക്തിമാനാണ് ഇദ്ദേഹം ഗളിവർ എന്ന് ബോധ്യമായി.
അപ്പോൾ അവരുടെ ഗളിവറിൻ്റെ സഹായം ലില്ലിപുട്ടിലെ ജനങ്ങൾക്ക്. അപ്പോൾ ഈ കിങ് ഓഫ് ബ്ലൂസ് എന്ത് ചിന്തിച്ചു, ഇനി എന്തായാലും ഇവരോട് എതിരിട്ട് നിന്നിട്ട് ശത്രുവായി കണ്ടിട്ട് കാര്യമില്ല, അങ്ങനെ എന്ത് ചെയ്യാം, കോംപ്രമൈസ് ആവാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ആ കിങ് ഓഫ് ബ്ലൂസ് വന്നിട്ട് പറയുക, ബെഗ്ഗിങ് എന്ന് പറഞ്ഞാൽ കെഞ്ചി പറയുകയാണ്, ഞങ്ങൾ ഇനി അറ്റാക്ക് ചെയ്യൊന്നുമില്ല, നിങ്ങൾ ആക്രമിക്കുകയൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് രാജ്യങ്ങൾ തമ്മിൽ, ചക്രവർത്തിമാർ തമ്മിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ട് കഴിയാം, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലില്ലിപുട്ടിലെ എംപററും ആ കിങ് ഓഫ് ബ്ലൂസും രണ്ട് രാജാക്കന്മാരും തമ്മിൽ എന്ത് ചെയ്തു, ഉടമ്പടിയായി, സമാധാന ഉടമ്പടിയായി. അല്ലെങ്കിൽ എന്താണ്, ഗളിവർ അറ്റാക്ക് ചെയ്യുന്നവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ സന്ധിയിലൂടെ സമാധാനം പ്രഖ്യാപിച്ചു. അപ്പോൾ ശത്രുത മാറി നിർത്തി. അപ്പം ഗളിവർ അവിടുത്തെ എന്തായി മാറി, സൂപ്പർ താരമായി മാറി. അല്ലെങ്കിലും ആണല്ലേ, അവരുടെ ഇടയിൽ ഏറ്റവും വലിയ മനുഷ്യനല്ലേ, ശക്തമാനും കൂടിയാണ് അല്ലേ, നല്ല ശക്തിയുണ്ട് അല്ലേ, അതിന് മാത്രം പ്രാപ്തിയെല്ലാം ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്ത അയൽരാജ്യത്തിലെ രാജാവുമായിട്ടും നല്ല എന്തായി കോംപ്രമൈസായി. അപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ, രാജ്യത്തിലെ ജനങ്ങളും തമ്മിൽ നല്ല ബന്ധത്തിലായി. അപ്പോൾ ഇതിന് കാരണം ആരാണ്, ഗളിവറാണ്. അപ്പോൾ ഗളിവർ അങ്ങനെ ഒരുപാട് കാലം അവിടെ നല്ല സന്തോഷമായിട്ട് ജീവിച്ചു എന്നാണ് പറയുന്നത്. അപ്പം നോക്കൂ, കപ്പൽ യാത്രയ്ക്കായിട്ട് പുറപ്പെട്ടതാണ്, മറ്റു രാജ്യങ്ങളെ കാണാൻ അങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങനെ കപ്പൽ അപകടത്തിൽ നീന്തിയിട്ട് അത്ഭുത ദ്വീപിൽ ചെന്ന് പെടുകയാണ്. പെട്ടു. പിന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ ഗളിവറിൻ്റെ ജീവിതമാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത്. ഫ്രം ഗളിവേഴ്സ് ട്രാവൽ ബൈ ജോനാഥൻ സ്വിഫ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗളിവേഴ്സിൻ്റെ ട്രാവലിനെ കുറിച്ച്, ഗളിവറുടെ യാത്രകളെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് ജോനാഥൻ സ്വിഫ്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനത്തെ കുറേ എന്താണ് പറയുക, കപ്പൽ യാത്രകളെ കുറിച്ചുള്ള കഥകളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, സന്ദർഭം കിട്ടുമ്പോൾ റെഡിറ്റ്. ഓക്കെ, ഒരുപാട് യാത്രകളുണ്ട് ഇങ്ങനെ. ഒറ്റയ്ക്ക് ഒരു ദ്വീപിൽ പോയി പെട്ടിട്ടുള്ള കഥകളൊക്കെ ഇല്ലേ, കുൾബറീഫിൻ അല്ലേ, അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അപ്പം അങ്ങനത്തെ കഥകളൊക്കെ വായിച്ച് നോക്കണം. ഡു യു ലൈക്ക് ഇറ്റ് ദിസ് ലെസൺ? Okay, then read it. Then Gulliver in Lilliput, read the lesson. Okay. Okay, then we shall wind up the class. Then study well. See you next class. Okay, bye.